ഹായ്, എന്നാ ഉണ്ടെന്നേ. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട് സർക്കിളുള്ള ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് മീൻസ് അവർ കണ്ടവർ ചോദിച്ചു എന്നോടുള്ള കൺസേൺ കൊണ്ടും എന്നോടുള്ള സ്നേഹം കൊണ്ടുമാണ് ഈ വീഡിയോ നിനക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു ദോഷം ചെയ്യില്ല, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷനെതിരെയല്ലേ സംസാരിച്ചെന്നാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ കടന്നു പോയൊരു മെൻറ്റൽ സിറ്റുവേഷൻ, ഞാൻ കടന്ന ഒരു സാഹചര്യം, ഞാൻ കണ്ട് സംസാരിച്ച ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞതും ഒക്കെ കേട്ടതും അറിഞ്ഞതും വെച്ചിട്ട് എനിക്ക് ശരിയെന്ന് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അറിയില്ല ഭാവിയിൽ ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും എന്നുള്ള കാര്യം. അങ്ങനെ ഞാനിങ്ങനെ ഇതുപോലെ പറയണമെന്ന് തോന്നി. പക്ഷേ അതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറയാൻ വന്ന വിഷയം 2 ദിവസം മുന്നേ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഡിപ്രഷനൊന്നും എനിക്ക് ആ സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അത് വലിയൊരു ടൈമാണ്. നമ്മൾ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താ പറയുക, ചില സമയത്ത് നമ്മുടെ കൺട്രോൾ പോവില്ലേ. നമ്മുടെ മൈൻഡും നമ്മുടെ ചിന്തിക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എനിക്കിവിടെ കൂട്ടായിട്ടുണ്ടായിരുന്ന ഒരാളുണ്ട്. ആരാധന ഞാൻ ഇപ്പം കാണിച്ചു തരാം. ആളാണ് എൻ്റെ പുറകിലായി ഇപ്പോൾ ഈ കബോർഡിൻ്റെ മേളിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ, ഉപ്പിലിട്ട മാങ്ങ. അപ്പോൾ ബേസിക്കലി എനിക്കത്ര താല്പര്യമുള്ള സാധനമല്ല ഇത്. പക്ഷേ ഇവിടെ വന്നിട്ട് ചില സമയത്ത് പകൽ ഫ്രണ്ട്സെല്ലാം പോയി ഇങ്ങനെ സംസാരിക്കാൻ ആരും ഇല്ലാത്തപ്പോൾ ഈ ഉപ്പിലിട്ട മാങ്ങയോടൊക്കെയാണ് ഞാൻ സംസാരിക്കുക. നീ എവിടെ വന്നു, നീ എവിടുന്ന് വന്നു, നീ നാട്ടിൽ ഏത് മാവിലുണ്ടായതാണ്, എത്ര കാലമായി നീ ഡപ്പയ്ക്കകത്തായിട്ട് എന്നൊക്കെ ചോദിക്കുക. അങ്ങനെയൊക്കെ ചോദിച്ച് സാധാരണ ജീവനില്ലാത്ത വസ്തുക്കളോട് ഞാൻ സംസാരിക്കാറുള്ളത്. പക്ഷേ അങ്ങനെ അന്നത്തെ മൊമെൻറ്റിൽ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്ക് തലയ്ക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ് നമ്മൾ അപ്പം മൊമെൻറ്റിൽ നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യാൻ തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ മൊമെൻറ്റ് മുന്നോട്ട് മൂവ് ഓൺ ചെയ്യുക എന്നല്ലാതെ അതിനകത്ത് പിന്നെ എന്നാ പറയാനാ, അല്ലേ? നമുക്ക് ആരെയും വഴി പറയാനോ ആരെയും കുറ്റം പറയാനോ ആരുടെ പുറകെ പോകാനോ ഒന്നിനുമുള്ള സമയമല്ല. നമ്മളിങ്ങനെ നമ്മുടെ കാര്യം മെയിനായിട്ട് പ്രധാനമായിട്ട് നമ്മുടെ കാര്യം നോക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് പോവുക. ഇങ്ങനെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വീഡിയോ എടുത്ത് ഇടാൻ തീരുമാനിച്ചത്. ഇനിയിപ്പോൾ അതിൻ്റെ പുറത്ത് ഇനി എന്തൊക്കെ ഇഷ്യൂസ് വരും, എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയയും നിലവിൽ എനിക്കില്ല. എന്തായാലും ഞാനിങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചേക്കുവാണ്. ഇപ്പോൾ സപ്പോർട്ടിലുള്ള കൂടെയുള്ള സുഹൃത്തുക്കളായിട്ടും ഫാമിലി ആയിട്ടും ഉള്ളവരൊക്കെ ഇനിയുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത്. ടാറ്റാ.